ഇതുവരെ ഈ നാട്ടിൽ നിങ്ങളെ കണ്ടിട്ടില്ല. എവിടെ നിന്ന് വരുന്നു? ഞങ്ങൾ ശിവഭക്തരാണ്. ഭഗവാൻ പരമശിവന്റെ മഹാക്ഷേത്രങ്ങളിൽ നിന്നും മഹാക്ഷേത്രങ്ങളിലേക്ക് സഞ്ചാരം നടത്തുന്നവർ. അവകാശം ഇല്ലെങ്കിലും അടിയൻ ശിവഭഗവാനെ പ്രാർത്ഥിക്കാറുണ്ട്. ശിവഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ സഞ്ചരിച്ച് നിങ്ങളെ കാണാൻ കഴിഞ്ഞത് എന്റെ പുണ്യമാണ്. നിനക്ക് അത്രയ്ക്കും ഇഷ്ടമാണോ ശിവഭഗവാനെ? പരമ്പൊരുളായ ഭഗവാനെ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഇല്ലല്ലോ ഈ ഭൂമിയിൽ. അടിയന്റെ ഏറ്റവും വലിയ ആഗ്രഹം സദാ തിളച്ചു മറിയുന്ന ആ ഭഗവാന്റെ തിരുനെറ്റിയിലേക്ക് ഗംഗാജലം ഒഴുകി തണുപ്പിക്കുന്നത് പോലെ എന്റെ പാൽക്കുടത്തിലെ ഒരു തുള്ളി പാൽ അർപ്പിക്കണം എന്നുള്ളതാ. അതിന് ഭഗവാൻ നേരിട്ട് നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ മാത്രമല്ലേ അത് സാധ്യമാകൂ? അതുമാത്രമല്ല, ഭഗവാന്റെ നെറുകയിൽ നിന്റെ പാൽക്കുടത്തിലെ പാലൊഴിക്കണമെങ്കിൽ ഭഗവാനും കൂടി അത് സമ്മതമാകണ്ടേ? നീ വിഷമിക്കണ്ട. ഭഗവാൻ നിന്റെ മുന്നിൽ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിലും ഭഗവാന്റെ പ്രതിരൂപമായ ശിവലിംഗത്തിൽ നിനക്ക് അഭിഷേകം ചെയ്യാലോ. അയ്യോ, അത് പാടില്ല. ഞങ്ങളെപ്പോലുള്ളവർ അങ്ങനെ ചെയ്താൽ ശിരച്ഛേദമായിരിക്കും ഫലം. അപ്പോൾ നിന്റെ ശിരസിനേക്കാളും താഴെയാണോ ഭഗവാനോടുള്ള നിന്റെ ഭക്തി? അയ്യോ, അങ്ങനെ പറയില്ലേ. ഞാൻ എന്റെ പ്രാണം പോലും ത്യജിക്കാൻ തയ്യാറാ എന്റെ ഭഗവാന് വേണ്ടി. ശിവഭഗവാന്റെ പ്രതിരൂപമായ ശിവലിംഗ വിഗ്രഹം അടിയങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടാനാ? അതൊക്കെ ക്ഷേത്രങ്ങളുടെ ഉള്ളിലും കോവിലകത്തിന്റെ ഉള്ളിലും പൂജാമുറിയിലും മാത്രമല്ലേ കാണൂ? അത് ശരിയാണല്ലോ. അതെ, ഞാനും അത് ഓർക്കാതെ പറഞ്ഞു പോയതാണ്. ക്ഷമിക്കുക. അയ്യോ, ഒരിക്കലും അമ്മയുടെ നാവിൽ നിന്നും ക്ഷമ എന്ന വാക്ക് എന്നോട് പറയാൻ പാടില്ല. ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ തൊട്ട പാദങ്ങൾ കഴുകി കുടിക്കാനുള്ള യോഗ്യത പോലും അടിയാനില്ല. അതെ, ഞങ്ങൾ തുടർച്ചയായി കുറച്ചു ദിവസം ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ശിവഭഗവാന്റെ പോലെ ഇദ്ദേഹത്തിന്റെ ശിരസിലും ഭയങ്കര ചൂടാ, എപ്പോഴും ദാഹം. ഇത്ര വെള്ളം കുടിച്ചിട്ടും ദാഹം മാറുന്നില്ല. ഇനിയും നമ്മൾ കാണുമ്പോൾ ഇദ്ദേഹത്തിന്റെ ദാഹം മാറ്റാൻ നിന്റെ പാൽപാത്രത്തിലെ പാല് പ്രതീക്ഷിക്കാമോ? അതിനെന്താ? അങ്ങയുടെ ദാഹം മാറ്റുന്നത് എന്റെ പുണ്യല്ലേ? പക്ഷേ ഒരു കൈ ചെയ്യുന്ന ദാനം അടുത്ത കൈ പോലും അറിയരുതെന്നാണ് പ്രമാണം. ദാനം രഹസ്യമായിരിക്കണം. അടിയൻ ആരോടും പറയില്ല. ശിവഭക്ത മാത്രമല്ല, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സുന്ദരിയുമാണ്. പേര് അഴകി. ഒത്ത പേര്. അല്ല, മുഖത്തെന്താ ഇത്രയധികം കുരുക്കൾ? ഒരു സുന്ദരിക്ക് ചേരുന്നതല്ലല്ലോ ഇതൊന്നും. എന്താണെന്നറിയില്ല, ഇപ്പോ കൈ തൊട്ടപ്പോ പൊന്തിയിരിക്കുന്ന പോലെ തോന്നിച്ചു. അഴകിക്ക് ഇതിൽ വിഷമമില്ലേ? ഞാൻ ഇതുവരെ എന്റെ മുഖം കണ്ണാടിയിൽ കണ്ടിട്ടില്ല. എന്നെ കാണാൻ ചന്തമുണ്ടെന്ന് ഒരാൾ പറഞ്ഞ അത് പരമ്പൊരുളായ പരമശിവന്റെ അനുഗ്രഹം മാത്രം. എന്നെ ജനിപ്പിച്ചതും എന്നെ നടത്തിക്കുന്നതും എന്റെ ശ്വാസവും പ്രാണനും എല്ലാം പരമേശ്വരന്. അങ്ങനെയല്ലേ വേണ്ടത്? അതെ, ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം. ഇത്രയും മനോഗുണമുള്ള ഒരാളെ ഭഗവാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല, അല്ലേ? നിന്റെ നന്മയ്ക്കുള്ള കൂലി നിനക്ക് കിട്ടിയിരിക്കും. നിനക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. രണ്ടുപേരും വിഭൂതി ശചി കാളരാത്രി സതീത്വം 2 3 4 5 6 7. ഹോ, എന്നാണാവോ ഈ പെട്ടി ഒന്ന് നിറയുന്നേ? 8. നിത്യാരമ്മയുടെ കഥകൾ കേട്ടു.
നല്ല കഥകളാണോ? ഉം. എന്തോരം കഥകളാ അമ്മ പറയുന്നേ. ഒന്ന് പോ എന്റെ അഴകി. നീ എന്നെ വെറുതെ ചുണ്ടി പിടിപ്പിക്കാൻ പറയുന്നത് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത കഥകൾ ആണോ? ഒക്കെ കേൾക്കുമ്പോ അതിശയം തോന്നും. ശരിക്കും നല്ല കഥകളാണോ? എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. തമ്പുരാട്ടി പറഞ്ഞതുപോലെ ഒന്നും സംഭവിച്ചില്ലല്ലോ. എന്താ അമ്മ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല. ദാമേ കാശ്. ഇന്നെന്താ പാലിന്റെ കാശ് കുറവുണ്ടല്ലോ? അബദ്ധത്തിലൊരു കല്ലിൽ ചവിട്ടി അല്പം പാല് തൂകിപ്പോയി. നിലത്തു നോക്കി നടക്കണം. അതെങ്ങനെയാ? വഴിവക്കിലുള്ള ആണുങ്ങളെ നോക്കിയല്ലേ യാത്ര? അമ്മ, ഞാനങ്ങനെ ആരെയും നോക്കാറില്ല. ഇനി മുതൽ ഒരു തുള്ളി പാല് കയ്യിൽ നിന്ന് പോവാൻ പാടില്ല, കേട്ടല്ലോ? കേറി പോടി അകത്ത്. അമ്മേ, അബദ്ധത്തിൽ കാല് തട്ടിയതാന്ന് അവള് പറഞ്ഞില്ലേ അമ്മേ? പിന്നെ എന്തിനാ അമ്മേ ദേഷ്യപ്പെടുന്നത്? പൊയ്ക്കോ എന്റെ മുമ്പിന്ന്. അവളെ ന്യായീകരിക്കാൻ വരുന്നോ? തമ്പുരാട്ടി എനിക്ക് തന്ന മരുന്ന് മാറിപ്പോയി കാണോ? എന്തായിരിക്കും സംഭവിച്ചത്? അഴകി, എന്നത്തെക്കാളും അഴകുണ്ട് നിന്റെ മുഖത്തിന്. നല്ല മിനുസവും. ഇതെന്താ ഇങ്ങനെ? ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ആ, പറയൂ. ഇന്ന് മുഖത്തെ അമ്മ ഒരു കൂട്ടം പുരട്ടി തന്നു. അമ്മയോ? മനക്കലെ തമ്പുരാട്ടിമാര് കുളക്കടവിൽ വെച്ച് മറന്ന എന്തോ ഒരു സാധനം അമ്മ എന്നെ പിടിച്ചിരുത്തി മുഖം മുഴുവൻ അത് തേച്ചു തന്നു. ആദ്യം മുഖത്തൊരു ചൊറിച്ചിൽ പോലെയൊക്കെ തോന്നി. അത് കഴിഞ്ഞ് കുരുക്കൾ വന്ന പോലെ. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോ എല്ലാം പോയി. മരുന്നിന്റെ ശക്തി ആയിരിക്കും അല്ലേ? അമ്മയ്ക്ക് അഴകിയോട് അത്രയ്ക്ക് ഇഷ്ടാ? അമ്മ എന്നോട് ബഹളം വയ്ക്കുന്നൊക്കെ വെറുതെ. അമ്മയ്ക്ക് എന്നെ ഇഷ്ട. അമ്മയുടെ ഒരേ ഒരു മോന്റെ പെണ്ണല്ലേ. മകനോടുള്ള ഇഷ്ടം എന്നോട് കാണിക്കാതിരിക്കോ? എന്താ? മുഖത്തോടെ ഇങ്ങനെ നോക്കി കൈ ഓടിച്ച് മതിയാവുന്നില്ല പെണ്ണെ. കള്ളം പറയണ്ട തേ. മരുമകളുടെ സൗഖ്യത്തിന് മറുമരുന്ന് തേടി നീ ഏത് വൈദ്യന്റെ അടുത്താ പോയത്? അടിയനൊന്നും അറിഞ്ഞൂട. അടിയൻ ഒരിടത്തും പോയിട്ടില്ല. മംഗളത്തമ്മ കോപിച്ചാൽ അനുഭവം എന്താണെന്നറിയാലോ. ഒന്നുകിൽ നാട് കടത്തും, അല്ലെങ്കിൽ ശിരച്ഛേദം. അടിയൻ പറഞ്ഞത് സത്യമാണ്. പെണ്ണ് വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോ മുഖത്തൊന്നും ഇല്ലായിരുന്നു. എന്താ സംഭവിച്ചെന്ന് അറിയില്ല. അടിയൻ പറയുന്നത് വിശ്വസിക്കണം. മറുമരുന്നൊന്നും കൊടുത്തില്ലെന്നാണ് തേയി പറയുന്നത്. കള്ളക്കൂട്ടങ്ങളാണ്, അത്ര കണ്ടങ്ങ് വിശ്വസിക്കണ്ട. തമ്പുരാട്ടി പൊറുക്കണം. അടിയൻ എവിടെ പോവാനാണ് തമ്പുരാട്ടി? പോയാ തന്നെ അടിയങ്ങൾക്ക് ആര് മരുന്ന് തരാനാ? എന്താ നടന്നേന്ന് അറിയില്ല. തേയുടെ മകൻ ശുഗന് ഇത്രക്കഴകുള്ള ഒരു പെണ്ണിന്റെ ആവശ്യമില്ല. അവൾ ഈ നാടിന്റെ ശാപമാണെന്ന് ഞാനൊരു കൽപ്പന പുറപ്പെടുവിച്ചാൽ ആളുകൾ നിങ്ങളെ കല്ലെറിഞ്ഞു കൊല്ലും. അത് കാണണോ നിനക്ക്? അയ്യോ വേണ്ട തമ്പുരാട്ടി. ഇപ്പൊ നീ പൊയ്ക്കോ. വിളിക്കുമ്പോൾ വന്നോളണം. മുഖത്ത് കുരുക്കൾ പൊന്തിയത് നമ്മൾ കണ്ടതല്ലേ? പിന്നെ എന്ത് സംഭവിച്ചു? ഇനി ദൈവാനുഗ്രഹം എന്തെങ്കിലും. ഒന്ന് മിണ്ടാതിരിക്കെ.
എന്ത് സംഭവിച്ചതാണോ എന്തോ. അഴകി, ആ ലേപനം പുരട്ടിയതിനു ശേഷം നിന്റെ മുഖത്തിന് ചന്തം കൂടിയിട്ടുണ്ട്. ഇന്നലെ നീ പോകും വഴി മുഖം കഴുകിയോ? ഇല്ല, മുഖം കഴുകരുതെന്നല്ലേ അമ്മ പറഞ്ഞത്? ആ ശരിയാ, ഞാനത് ചിന്തിച്ചില്ല. ശ്ശേ. എവിടേക്കാ ഈ എഴുന്നള്ളിപ്പ്? പാല് കൊണ്ടുവരാനുള്ള നേരായി. നീ ഇന്ന് പാല് കൊണ്ടുപോയി കൊടുക്കണ്ട. ഇന്നു മുതലേ നിനക്ക് പകരം ഞാനാ പാല് കൊണ്ടുപോകുന്നത്. പാല് തട്ടിത്തൂവുന്ന സ്ഥലം എനിക്കൊന്ന് കാണണം. അമ്മേ, അത് എന്താ, നീ തന്നെ പാല് കൊണ്ടുപോയി കൊടുത്തില്ലെങ്കിൽ വാങ്ങുന്നവർക്ക് സങ്കടമാവോ? എന്താ നിന്റെ മുഖത്തൊരു ഭാവമാറ്റം, ഒരു നഷ്ടബോധം? നീ ഇന്ന് ചെന്നില്ലെങ്കിൽ ആരൊക്കെയോ പിണങ്ങുന്നത് പോലുള്ള മുഖമാണല്ലോ നിന്റേത്. അതോ എനിക്ക് തോന്നിയതോ? അതൊരു പക്ഷേ അമ്മയുടെ തോന്നലാവാം. അപ്പോഴും അവളുടെ ഒരു പക്ഷേ. ഇപ്പോഴും തോന്നലാണെന്ന് നിനക്ക് ഉറപ്പിച്ചു പറയാനുള്ള മനസ്സില്ലേ? അധിക ദൂരം നടക്കാനുള്ള മടി കൊണ്ട് മാത്രം നീ രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. പൊയ്ക്കോ. പിന്നെ ഒരു കാര്യം പ്രത്യേക ഓർമ്മയിൽ ഉണ്ടാവണം. ഒരു തുള്ളി പാലിന്റെ കാശ് കുറയാതെ എന്റെ കൈ കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ നീ ഇങ്ങോട്ട് കയറണ്ട. വഴിവക്കില് നീ എന്താ ചെയ്യുന്നേന്ന് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നുണ്ട്. തമ്പുരാട്ടിയെ എന്തൊക്കെയാവോ കാട്ടിക്കൂട്ടുക. ഇന്ന് കഥ കേൾക്കാൻ കുട്ടികൾ ആരും ഇല്ല. നിന്റെ കഥ കേൾക്കലും മുടങ്ങി അല്ലേ? അത് സാരമില്ല. അവിടെ മറഞ്ഞു നിക്കണ്ട, ഇങ്ങോട്ട് പോന്നോളൂ നീയ്. ഭഗവാൻ പരമേശ്വരനെ അത്രയ്ക്ക് ഇഷ്ടാണോ നിനക്ക്? ഭഗവാന് വേണ്ടി ജീവൻ വെടിയാൻ വരെ ഞാൻ തയ്യാറാ. എന്തോ എന്നോട് ചോദിക്കാനുണ്ടോ നിനക്ക്? ചോദിച്ചോളൂ. ഭഗവാൻ എന്തിനാ ഭക്തരെ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? എന്തിനാ വേദന കൊടുക്കുന്നത്? അതോ, ചിലര് കപട ഭക്തി നടിക്കും, ചിലര് കാര്യസാധ്യത്തിനു വേണ്ടി ഭക്തി നടിക്കും, ചിലര് മറ്റുള്ളവരെ കാണിക്കാൻ. പക്ഷേ അതല്ല. കൊടിയ ദാരിദ്ര്യത്തിലും കൊടിയ വിഷമത്തിലും വിടാതെ ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്നവരാണ് യഥാർത്ഥ ഭക്തന്മാർ. ഈ കാണുന്നവരിൽ നിന്നും യഥാർത്ഥ ഭക്തനെ തിരഞ്ഞെടുക്കാനാണ് ഭഗവാന്റെ പരീക്ഷണം. ആ പരീക്ഷണത്തിൽ വിജയിച്ചവർക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകും. അവരുടെ ഇനിയുള്ള ജന്മങ്ങളും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞതായിരിക്കും. മനസ്സിലായോ? എങ്കിൽ ഇന്ന് പോയിട്ട് നാളെ നേരത്തെ വന്നോളൂ. എന്തേ? പാത്രത്തില് പാലാണ്, തമ്പുരാട്ടിക്ക് തരട്ടെ? വേണ്ട കുട്ടി, നിന്റെ കയ്യിലെ പാല് ഞാൻ പാനം ചെയ്യില്ല എന്ന് വിചാരിച്ച് വിഷമിക്കണ്ട. നീ പാല് കൊണ്ട് ചെല്ലുന്നതും കാത്ത് അതിന്റെ അവകാശികൾ കാത്തിരിക്കുന്നുണ്ടാവും. നടന്നോളൂ കുട്ടി. ഓം നമഃ ശിവായ.
വന്നിട്ട് ഒരുപാട് സമയമായോ? ദാഹം ശമിപ്പിക്കാനുള്ള ആളെത്തിയില്ല. നോക്കുമായിരുന്നു ഞങ്ങൾ. ക്ഷമിക്കണം ഞാൻ താമസിച്ചതിന്. ഇന്ന് ഭഗവാന്റെ ദർശനം ഉണ്ടായില്ലേ? ഭഗവത് ദർശനം എന്നുമുണ്ട്. അൽപ്പല രൂപത്തിലും ഭാവത്തിലുമായിരിക്കും. അത് തിരിച്ചറിയാൻ പറ്റില്ലെന്ന് മാത്രം. നാവിൻ തുമ്പിൽ ഒരു ചോദ്യം ഉണ്ടല്ലോ. എന്താണെന്ന് വെച്ചാ ചോദിച്ചോളൂ. ചോദിക്കാൻ പാടുണ്ടോ? ആവാലോ. എന്നായിരിക്കും അടിയങ്ങളെ പോലുള്ളവർക്ക് ഭഗവാന്റെ മുന്നിൽ ചെന്ന് നിന്ന് തൊഴാൻ പറ്റുക? ആ രൂപം ഒന്ന് കാണാൻ പറ്റുക? ആഴിക്കടിയിലെ വെള്ളാരം കല്ലുകൾ മിനുസപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അതാദ്യം കൂർത്തു മൂർത്തിരിക്കുന്ന കല്ലായിരിക്കും. പിന്നെ ഒഴുകി ഒഴുകി പരുവപ്പെട്ട് നല്ല മിനുസമുള്ള വെള്ളാരം കല്ലുകളായി മാറും. മനുഷ്യജന്മവും അങ്ങനെ തന്നെയാ. കാലം മുന്നോട്ട് നീങ്ങുമ്പോ മനുഷ്യന്റെ മനസ്സാകുന്ന കരിങ്കല്ലും മിനുസപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിന് ഏറെ ദൂരമൊന്നുമില്ല. ദാഹിക്കുന്നു. ഇപ്പൊ നമ്മിൽ നിന്നും അഴയ്ക്ക് ദൂരം തോന്നുന്നുണ്ടോ? ഇല്ല. അടുത്തു വരാൻ മടി തോന്നുന്നുണ്ടോ? ഇല്ല. ഇങ്ങനെ തന്നെയാണ് ഭഗവാനിലേക്കുള്ള ദൂരവും കുറഞ്ഞു കുറഞ്ഞു വരിക, അല്ലേ? ഒഴിച്ചോളൂ. കുടം കാലിയായല്ലോ, എന്ത് ചെയ്യും? അങ്ങയുടെ ദാഹം മാറിയോ? മാറി. എനിക്കത് മതി. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട. ഈ ദാനം അഴകിയല്ലാതെ മറ്റാരും അറിയരുത്. ഇല്ല. ഇതെന്താ അതിശയം? ഇത്ര വേഗം അവർക്ക് നടക്കാൻ പറ്റുമോ? നിക്ക്. എവിടെ പാലിന്റെ കാശ്? പാലിന്റെ കാശ് എവിടെയെന്ന്? അത് ഇന്നും പാല് തൂവിപ്പോയെന്ന കള്ളം നീ പറയണ്ട. പാലിന്റെ കാശ് എന്റെ കൈവെള്ളേ കിട്ടണം ഇപ്പം. എന്താ അഴകി, പാലിന്റെ കാശാരും തന്നില്ലേ? അതോ കടം പറഞ്ഞോ? എന്താണെങ്കിലും തുറന്നു പറ. നീ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നോണ്ടല്ലേ അമ്മയ്ക്ക് ദേഷ്യം വരുന്നത്? പറ അഴകി. പറയടി സത്യം. അതമ്മ, ഇന്ന് വരുന്ന വഴിയില് ഒരു വലിയ കല്ലുണ്ടായിരുന്നു. അതില് തട്ടിയപ്പോ അറിയാതെ പാല് മുഴുവൻ തൂകിപ്പോയി. അമ്മേ, പാത്രം നിറയെ പാലുമായി പോയിട്ട് ഒഴിഞ്ഞ കൈയുമായിട്ട് കയറി വന്നിരിക്കുന്നു. ആർക്കാ നീ കാശ് വാങ്ങാതെ പാല് മുഴുവൻ കൊടുത്തത്? പാൽക്കൂടെ മറിഞ്ഞ് പാല് മുഴുവൻ പോയെന്ന് ഞാൻ പറഞ്ഞില്ലേ അമ്മ? നുണ പറഞ്ഞ കൊന്നുകളയും ഞാൻ നിന്നെ. അമ്മേ, അഴകി പറയുന്നത് സത്യമായിരിക്കും. മിണ്ടരുത്. ഇവൾ എന്തു പറഞ്ഞാലും നീ അതൊക്കെ വിശ്വസിക്കും.
ഇവക്ക് വഴിയിൽ എന്തോ പറയാൻ പറ്റാത്തൊരു ബന്ധമുണ്ട്. അമ്മേ, പലതും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് ഇത്രയും കാലം ഞാൻ എല്ലാം മറച്ചു വെച്ചു. ഇനി അതിന് എന്നെ കൊണ്ട് പറ്റില്ല. നീ മംഗലം കഴിച്ച അന്നു മുതൽ ഞാൻ ഇവളെ ശ്രദ്ധിക്കുന്നു. മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഇവളുടെ അണിഞ്ഞൊരുങ്ങലും മറ്റും. ആരെയും മയക്കിയെടുക്കുന്ന തരത്തിലുള്ള ഇവളുടെ സംസാരം തന്നെ ധാരാളം. അതുകൊണ്ടല്ലേ നീയും ഇവളുടെ വാക്കിൽ മയങ്ങി മണ്ടനായി മാറിയത്. അമ്മേ, സത്യങ്ങൾ അറിയാതെ ആരെ ഇങ്ങനെ വിധി എഴുതി തള്ളുന്നത് ശരിയല്ല. എന്ത് വിധിയാടാ ഞാൻ എഴുതി തള്ളിയത്? ഇവള് പുണ്യവതിയാണെന്ന് ഞാൻ എന്റെ വായ കൊണ്ട് പറയണമെന്ന നിന്റെ പൂതി, മുളയിലെ നുള്ളിയേര്, ഇവളെ ന്യായീകരിച്ചുകൊണ്ട് ഇനി നീ എന്റെ മുന്നിലേക്ക് വന്നാൽ ഇപ്പൊ ഇവളുടെ കരണം പുകഞ്ഞതുപോലെ ആവും നിന്റെ അവസ്ഥ. എന്റെ ദൈവമേ, ഇതുപോലൊരു നശൂലാണല്ലോ എന്റെ കുടിയിലേക്ക് കയറി വന്നത്. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു എനിക്ക്. കുടുംബിനിയായ ഒരു മരുമകൾ, അമ്മായിയമ്മയായ എന്നെ സംരക്ഷിക്കുന്നവൾ, എല്ലാം ചേമ്പിലയിൽ ഒഴിച്ച വെള്ളം പോലെ ആയല്ലോ. എടാ, മംഗലം കഴിഞ്ഞ് ഇത്രയും നാളായല്ലോ. കുടുംബം നിലനിർത്താനായി ഒരു നാമ്പ് വേണ്ടേ? അതിന് ഇവളെ കൊണ്ട് പറ്റിയോ? പറ്റില്ല. അതിനെ ദൈവങ്ങളുടെ അനുഗ്രഹം വേണം. ശാപം പിടിച്ച ഈ ജന്മത്തിനെ ഒഴിവാക്കാൻ നിന്നോട് പലതവണ ഞാൻ പറഞ്ഞതാ.